ഞാൻ പത്തനംതിട്ട മത്സരിക്കാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം വിളിച്ച് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യമാണ്, ഉദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ സ്വതന്ത്ര മുന്നണിയാണ്, ഒരു മുന്നണിയിലില്ല, ഐക്യ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകണം, നമുക്ക് ഒന്നിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പം UDFൻ്റെ ഭാഗമായിട്ട് മാറി അങ്ങനെ ഒന്നിച്ച് പോകുന്ന കാര്യത്തിൽ നല്ലതാണ്, ജനാധിപത്യ സംരക്ഷണം എന്ന് എനിക്ക് തോന്നി. ശരി എന്ന് പറഞ്ഞു. അവർ രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മത്സരിക്കുന്നില്ല എന്ന് ഞാൻ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ മത്സരിക്കുന്നില്ല എന്നറിഞ്ഞതിന് ശേഷം പിന്നെ കോൺഗ്രസ് ചർച്ചയില്ല. അതായത് എന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയും നമ്മുടെ മുല്ലപ്പള്ളി നമ്മുടെ KPC പ്രസിഡൻറ്റും വളരെ സ്നേഹത്തോടെ പറഞ്ഞവർ ഞാൻ പിന്മാറി എന്നറിഞ്ഞ ശേഷം മിണ്ടാൻ തയ്യാറില്ല, മുന്നണി തയ്യാറില്ല, ചർച്ചയില്ല. ഇതുപോലെ വഞ്ചകന്മാരായ നേതൃത്വം കോൺഗ്രസ് ഉണ്ടായി ഞാൻ ദുഃഖിക്കുക. ഏറ്റവും മര്യാദയായിട്ട് മാർഗമല്ല ചെയ്തേ. ഞാൻ മത്സരിക്കുന്നില്ല, പിന്നെ മിണ്ടിയിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തല വെച്ച് എന്തൊരു മര്യാദ കട എന്നെ തിരുവനന്തപുരത്ത് സംസാരിക്കാൻ പറഞ്ഞ് വിളിച്ച് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവർ മുങ്ങി. അവസാനം ഞാൻ വിളിച്ചപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസ് പാർട്ടി UDFിൽ PC ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഞാൻ അത് മര്യാദകടല്ലേ. അപ്പോൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സമ്മതിക്കാനാണ്, KPC പ്രസിഡന്റ് സമ്മതിക്കാനാണ്. കഴിഞ്ഞ ജനുവരി 12-ാം തീയതി എന്നോട് APC പ്രസിഡന്റ് പറഞ്ഞു PCയും കൂടെ ഞങ്ങളുടെ മുന്നണി വരണമെന്ന്, ഒരു കത്ത് എനിക്ക് എഴുതി തരണം കോൺഗ്രസ് എന്ന്. ഞാൻ അങ്ങനെ മുല്ലപ്പള്ളി പറഞ്ഞിട്ട് കത്ത് എഴുതി കൊടുത്തു. ആ കത്തിനെ പറ്റി എന്ത് പറയാനുണ്ട്? മറുപടിയില്ല. ഇതുപോലെ നയവഞ്ചകന്മാരും വൃത്തികെട്ടന്മാരുമായ ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിന് ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ കഷ്ടകാലം. കോൺഗ്രസ് തകർന്ന് തീരാൻ പോവുകയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ തീരുകയാണ്. കേരളത്തിൽ ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം ഇവരുടെ വഞ്ചനയെല്ലാം ജനങ്ങൾ അറിയട്ടെ, അതോടെ തീർന്നു പോകും. എന്നോട് കാണിച്ച് ഈ വഞ്ചന ഞങ്ങളോട് പറയാതിരിക്കുമോ? ഞാൻ പത്തനംതിട്ട നിൽക്കുന്ന കാര്യം പുനരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവരെല്ലാം കൂടെ യോജിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിരുന്നത്, എന്നിട്ടല്ലേ വഞ്ചന. പ്രതിപക്ഷ നേതാവ് എന്നതിൽ സംസാരിക്കുന്നു, ഞാൻ ഇരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ വളരെ മാന്യമായ സമീപനമായിരുന്നു. ഇത് രസമല്ലെന്നാണ്. ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയായിട്ട് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനപ്പുറത്തൊന്നുമില്ല. ഇപ്പോൾ ഈ പാർലമെൻറ്റ് സീറ്റ് ചർച്ച ഇത്രയും വഴിമുട്ടിച്ചതാരാ? ഉമ്മൻചാണ്ടിയാണ്. അല്ലാതെ ബാക്കി എല്ലാവരും പ്രശ്നം പരിഹരിച്ചതാണ്. ഉമ്മൻചാണ്ടി ഇങ്ങനെ ഈ കോൺഗ്രസ് അല്ല, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് അല്ലാതെ കോൺഗ്രസ് ഇല്ല. കേരളത്തിലെ കോൺഗ്രസ് തകരാൻ പോകുന്നതിനർത്ഥം യാതൊരു സംശയവും വലിയ ദുഃഖകരമായ ഒരു സംഭവം. ഇത് കേരളത്തിലെ കോൺഗ്രസിനെ തീർക്കാനാണ് ഉമ്മൻചാണ്ടി ഇറങ്ങിയിരിക്കുന്ന എൻ്റെ അഭിപ്രായം. ജനപക്ഷം രാഷ്ട്രീയ പാർട്ടി മാറി. കേരള ജനപക്ഷം സെക്കുലർ എന്നാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. ആ രാഷ്ട്രീയ പാർട്ടിയായി എനിക്കൊരു ബന്ധവുമില്ലായിരിക്കും. കാരണം ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്താൽ എൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടും. ഞാനിപ്പം കേരള ജനപക്ഷം എന്ന് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ ചെയർമാനാണ്. കേരള കോൺഗ്രസ്സെ പിരിച്ചുവിടണമെന്ന് ഞാൻ 2 കൊല്ലമായിട്ട് പറയുന്നതാണല്ലോ. കാരണം കേരള കോൺഗ്രസിൻ്റെ ജന്മം 65-ൽ എന്തായിരുന്നു? ന്യൂനപക്ഷങ്ങളെയും കർഷകരെയും രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. പക്ഷേ കർഷകൻ ഇന്ന് ആത്മഹത്യ മാത്രമാണ്. ഈ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് 27 കർഷകർ ആത്മഹത്യ ചെയ്തു. ചെറുകിട കച്ചവടക്കാർ, പാവപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. പിന്നെ എന്തിനീ കേരള കോൺഗ്രസ്? ന്യൂനപക്ഷ സംരക്ഷണം. ഈ ന്യൂനപക്ഷങ്ങളിൽ ആർക്കാണ്? ക്രിസ്ത്യാനിക്ക് വല്ല ഗുണം കിട്ടിയിട്ടുണ്ടോ? എന്ത് കിട്ടി കേരള കോൺഗ്രസ് കൊണ്ട്? ജോസഫും മാണിയും മന്ത്രിയായി, അവർ വലിയ സമ്പന്നന്മാരായി എന്നുള്ളതല്ലാതെ വേറെ എന്താ ലാഭം? ഇത് പിരിച്ചുവിടണം. ഒരു ഗുണവും ഇല്ലാത്തൊരു സാധനമാണ് ഇത് പിരിച്ചുവിടാൻ സമയം കഴിഞ്ഞു കേരള കോൺഗ്രസ്. എൻ്റെ ഉറച്ച അഭിപ്രായമാണത്. ഞാൻ ഒരു വശത്തല്ല ഉണ്ടാകുന്നത്, ശരിയുടെ പക്ഷത്ത് ഞാൻ ഉണ്ടാവും. ഞാൻ പറയുന്ന എല്ലാ സത്യങ്ങളാണ്. ആ സത്യം പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാവും. ശബരിമല വിഷയം ആചാരങ്ങളുടെ പ്രശ്നമാണ്. ആചാരങ്ങളെ ലംഘിക്കാൻ വേണ്ടി നാസ്തികനായ പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചിട്ട് കയ്യിൽ മുഖ്യമന്ത്രി കസേരയുണ്ടെന്ന് പറഞ്ഞ് എന്ത് റൗഡിസം കാണിക്കാവോ? അവിടെ ജൗളി വിരോധികളായ പെണ്ണുങ്ങളെ കൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് കൊണ്ടുപോവുക. എത്ര അപമാനകരം ഇതൊക്കെ. വിശ്വാസത്തിൽ ഒരുമാതിരി ജൗളി വെക്ക് കാണിക്കുന്ന തുല്യമല്ലേ ഇതൊരു യോജിക്കാൻ പറ്റില്ല. ഞാൻ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. പിന്നെ ഫ്രാങ്കോ പിതാവ് അദ്ദേഹം നിരപരാധിയാണെന്ന് 100% എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിന് അനുകൂലമായ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്നെൻ്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ദിലീപിൻ്റെ വിഷയം കേസ് വിസ്താരം തുടങ്ങുക. ഞാനവിടെ വിസ്താരിച്ച് കിടക്കുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞു അത് സത്യമാണ്. എന്നെ തോക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സെൽഫ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതിന് മറുപടി കൊടുക്കേണ്ട സാധനമാണ് തോക്ക്. നാക്കെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്.
ആര് എന്ത് പറഞ്ഞാലും എൻ്റെ നാക്ക് ഞാൻ ശരിയുടെ പക്ഷത്തെ ഉപയോഗിക്കൂ. ഒരിക്കലും മോശമായി ആരെങ്കിലും ഉദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉപയോഗിക്കില്ല. പക്ഷേ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടെങ്കിൽ അവർക്കെതിരായിരിക്കും ആ നാക്ക്. ആ നാക്കിനെ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. ശരിയല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് എന്നോട് ചോദിച്ചോളുക, ഞാനതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ സത്യം വിളിച്ചു പറയുന്നു. ഞാൻ പറയുന്ന സത്യങ്ങൾ അതേപടി അവർ എഴുതുന്നു. അതിന് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്നാ കാര്യം? മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുന്ന പഴയ രാഷ്ട്രീയം. പണ്ട് കാലത്ത് രാഷ്ട്രീയക്കാരുടെ അഭിപ്രായം പറയും, പിറ്റേ ദിവസം പത്രത്തിലെല്ലാം വരും. പിറ്റേ ദിവസം അത് ജനവിരുദ്ധമാണെന്ന് തോന്നിയ ഉടനെ ഞാനങ്ങനെ പറഞ്ഞില്ല, മാധ്യമങ്ങളുടെ കുഴപ്പമാണെന്ന് പറയും. ഇപ്പോൾ അത് ചിലവാകുകയില്ല. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ രംഗത്ത് വന്നതോടുകൂടി ഈ കച്ചവടം നടക്കുകയില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. എൻ്റെ ശരി, എൻ്റെ തെറ്റുമാണ്, യഥാർത്ഥമാണ് ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ മാധ്യമങ്ങളെ പഴിയാൻ രക്ഷപ്പെടാൻ രാഷ്ട്രീയക്കാരൻ ശ്രമിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഉമ്മൻചാണ്ടിക്ക് ആൾക്കൂട്ടം രസമാണ്. ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരില്ലാതെ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഉപകാരം ചെയ്തതായിട്ട് അറിയാവും. ഉമ്മൻചാണ്ടി ഒരു വർഗീയവാദി കൂടാ, ഞാൻ പച്ചക്കങ്ങ് പറയുക. അതിൻ്റെ വിശദാംശം ഇപ്പോൾ കിടക്കുന്നതാണ്. ഉമ്മൻചാണ്ടി ഒരു വർഗീയവാദിയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അത്ര ഉദാഹരണം ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ പുറത്ത് പറയാൻ പോവുക. ഉമ്മൻചാണ്ടി ഒരു വർഗീയവാദിയാണ്. അതിനകത്ത് കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ കാണാൻ മേല. എന്തൊരു മോശം പെരുമാറ്റമെന്നറിയോ? ഒരു കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ശത്രുവാണ്, ഒരു സംശയം വേണ്ട. അന്നേരം ഇതുപോലെ വർഗീയതയും വിഭാഗീയതയും വളർത്തുന്ന ഒരു രാഷ്ട്രീയതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. എനിക്ക് ദുഃഖമുണ്ട് ഇത് പറയാൻ. ഇത് പറയാതിരിക്കുന്നത് ശരിയില്ല, അതുകൊണ്ട് പറയുക. ഉമ്മൻചാണ്ടി എത്രയോ ഉദാഹരണം എനിക്ക് പറയാൻ കഴിയുമെന്നറിയോ? ഇപ്പം ഞാൻ പറയാം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഈ സീറ്റ് വിഭജനം 16 സീറ്റ് വരെ കോൺഗ്രസ് ജയിക്കും എന്ന് നിന്നപ്പോൾ അത് നശിപ്പിച്ചതാരാ? ഉമ്മൻചാണ്ടി ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് തർക്കം ഉണ്ടാക്കുമായിരുന്നു. ആ തർക്കമാണ് ഈ പരിവാക്കി. ഉമ്മൻചാണ്ടി പിണറായി വിജയനുമായിട്ട് രഹസ്യ ചർച്ചയുണ്ട്. ഉമ്മൻചാണ്ടി രഹസ്യ ചർച്ചയൊക്കെ നമുക്കറിയാം. നമ്മുടെ വിഴിഞ്ഞം പദ്ധതി പിണറായി വിജയനും ഉമ്മൻചാണ്ടി ഒരേ തൂവൽ പക്ഷികളല്ലേ? ഇവർ രണ്ടും അറിയാതെയാണ് അവിടെ കോടികളുടെ അഴിമതി നടന്നത്. ഇതെല്ലാം ഒരു സെറ്റാണ്, ഇതൊരു കൂട്ട് കച്ചവടമാണ്. ഈ കച്ചവടത്തിനെതിരെ നിൽക്കുന്നവരാണ് PC ജോർജ്. അതുകൊണ്ട് PC ജോർജിൻ്റെ ഒരു വിവാദം. എനിക്ക് സുബദ്ധമായി ശരി ചെയ്തു എന്ന് തോന്നുന്നു. എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ശബരിമല ഇഷ്യൂ അല്ലല്ലോ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം. നിയമസഭയ്ക്കകത്ത് ശബരിമല പ്രശ്നം ഉണ്ടായി ഈയിടെയല്ലേ? നിയമസഭയിൽ ഞാൻ ചെന്നു, സ്വതന്ത്രം ഒറ്റ രാജഗോപാൽ വന്ന് BJP. ഞങ്ങൾക്ക് സംസാരിക്കും 1 മിനിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് കോർക്കുഞ്ഞ് സ്വതന്ത്രം, അയാൾ നമ്മുടെ അടുത്ത് കൂടെ, അയാൾ ഇടതുപക്ഷമാണ്. അപ്പോൾ പിന്നെ എന്താ ഗണേശ് കുമാറിനോട് ചോദിച്ചു, ഗണേശ് കുമാറും ഇടതുപക്ഷം, നിഷ്പക്ഷം ഞാൻ മാത്രം. അപ്പോൾ BJPയുടെ ഇദ്ദേഹം പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് നിൽക്കാം. അങ്ങനെ 2 മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടും. അതിനുവേണ്ടി ഞങ്ങൾ അന്ന് മുതൽ നിയമസഭ ചേർന്ന അന്ന് മുതൽ ഞാനും രാജഗോപാലും ഒരു ടീമായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ BJPയുടെ സഖ്യമൊന്നുമില്ല. അതൊരു അബദ്ധമായി പോയി. എന്നാൽ അത് വലിയ വിജയമാണ്, മാന്യതയാണ് BJP എന്നോട് കാണിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ എന്നെ BJPക്ക് തന്നെ ഇത്രയും കുഴപ്പം? BJPക്ക് എന്താ കുഴപ്പം എനിക്ക് മനസ്സിലായി. എല്ലാവരും BJP വിരുദ്ധത പറയുക, എല്ലാവരും BJPയുടെ ഔദാര്യം പറ്റുക. യാതൊരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോവുക. കോൺഗ്രസ് 100 സീറ്റ് കിട്ടുകയില്ല. ഇതറിയുമ്പോൾ BJP വിരുദ്ധത പറഞ്ഞിട്ട് എന്നെ നടക്കുന്നത്. ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ BJP ചേരുക. ഇവിടെ കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗിൻ്റെ ഒരു കളിയാണ്. അവരുടെ നാളെ പോകാതിരിക്കാൻ വേണ്ടി BJP വിരുദ്ധത പറയുക. എന്തർത്ഥം ഇരിക്കുന്നു? മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇനി വന്ന 5 കൊല്ലം കൂടെ ഭരിക്കുക. അദ്ദേഹത്തോടൊപ്പം യോജിച്ച് നിന്നുകൊണ്ട് വല്ലതും കിട്ടുന്ന മേടിച്ചെടുക്കാൻ നോക്കുന്നതിന് പകരം BJP വിരുദ്ധത നിന്നുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. LDFന് ഒരു 2 സീറ്റാക്കി ചുരുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. UDFന് എങ്ങനെ കിട്ടും? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം BJP ജയിക്കും, പത്തനംതിട്ടയും പാലക്കാടുമൊക്കെ അവർക്ക് ചാൻസ് ഉണ്ട്. അതുപോലെ കാസർഗോഡും ഒരു നിലയിലാണ് നിൽക്കുന്നത്. പറയാറായിട്ടില്ല, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സീറ്റ് എത്ര ആർക്ക് എന്നെ കിട്ടുമെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം CPM-ഉം കോൺഗ്രസുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉമ്മൻചാണ്ടിയായിട്ട് CPM-ന് ഒരു 10 സീറ്റ് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെട്ടു പോകും. പിന്നെ PC ജോർജിൻ്റെ പാർട്ടിയും CPM എല്ലാം തുല്യമാവും. അതറിയാവുന്നതുകൊണ്ട് അവരും ഭഗീരഥ പ്രയത്നത്തിലാണ്. കോട്ടയത്ത് ഇന്നിപ്പോൾ പോൾ ചെയ്താൽ PC തോമസ് ജയിക്കും. അയാൾ അതിന് അർഹനുമാണ്. ഇപ്പോഴത്തെ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ പാർലമെൻറ്റിൽ പോകാൻ യോഗ്യനായ വ്യക്തിയാണ് PC തോമസ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ UDF തകരും, ഒരു സംശയം വേണ്ട. അതിനുശേഷം വരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM ഒരു ഭാഗം, CPM തന്നെ നിൽക്കില്ല.
CPM എന്ന് പറയുന്നത് പിണറായിസവും BJPസവും തമ്മിലുള്ള തർക്കമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അല്ല, കോൺഗ്രസ്സിനൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. കാരണം തകർന്നു ഇരിപ്പിടമായി. പിന്നെ കോൺഗ്രസ് മുന്നോടൊപ്പം നിൽക്കുന്ന മാണി ഗ്രൂപ്പ് തന്നെ ശിഥിലായി. ജോസഫും പിന്നെ ജോസ് കെ മാണിക്കും യോജിക്കൽ അടിച്ചു പിരിയുകയാണ്. ആ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് മാത്രമായിട്ട് UDF മാറും. കോൺഗ്രസ് ദയനീയമായിട്ട് തകരും. കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഹിന്ദു നേതാക്കന്മാരും ഇപ്പോൾ നേരെ BJP ചേക്കേറും. ഓൾ ഇന്ത്യയിലെ ഒരു ചേക്കേറാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലും ആ പ്രക്രിയ നടക്കും, ഒരു സംശയം വേണ്ട. ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ വളരെ ചാലോചനയാണ്. ഞാൻ 2 ദിവസത്തിനകം പറയുള്ളൂ. പത്തനംതിട്ട ഞാൻ നിൽക്കുന്നെങ്കിൽ 100% ഞാൻ ജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. 26-ാം തീയതിയിലും ഉണ്ടാവും.